ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ പലതരം എരിശ്ശേരികളും ഉണ്ടാക്കാറുണ്ടല്ലേ, അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു എരിശ്ശേരിയാണ്. ഇടിയഞ്ചക്ക കൊണ്ടാണ് കേട്ടോ ഞാൻ എരിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടിയഞ്ചക്ക കൊണ്ട് ഇതുവരെ അങ്ങനെ ആരും എരിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടിയഞ്ചക്ക കൊണ്ടുള്ള എരിശ്ശേരിയാണ്. ഇടിയഞ്ചക്ക കൊണ്ട് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ. തോരൻ, ഇടിയഞ്ചക്ക കൊണ്ട് തോരൻ, മസാലക്കറി, പുളിങ്കറി, അങ്ങനെ പലതരം വിഭവങ്ങൾ നമ്മൾ ഇടിയഞ്ചക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഇടിയഞ്ചക്ക കൊണ്ട് ഇന്ന് എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇടിയഞ്ചക്ക കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇടിയഞ്ചക്ക ഇപ്പോൾ തന്നെ ഒടിച്ചു കൊണ്ടുവന്നതാണ്. വീട്ടിൽ തന്നെ ഉണ്ടായ ഇടിയഞ്ചക്കയാണ്. ഒരെണ്ണം ഞാൻ ഒടിച്ചു കൊണ്ടുവന്നു. അത് ഇങ്ങനെ രണ്ടാക്കി, പിന്നെ അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. അതിന് ശേഷം അതിൻ്റെ കരിമുള്ളൊക്കെ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ കരിമുള്ളും അതിൻ്റെ കൂഞ്ഞൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞ് അതിൻ്റെ ഉൾഭാഗത്ത് മാത്രമേ അല്ലേ സാധാരണ എടുക്കാറുള്ളൂ. അതിൻ്റെ ഉൾഭാഗത്ത് മാത്രമാണ് എടുത്തത് കേട്ടോ. അതിന് ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കിക്കൊണ്ടുവന്നു. ഇനി നമുക്കത് വേവിച്ചെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിങ്ങനെ ഇടിഞ്ചക്ക ഇങ്ങനെ നുറുക്കിക്കൊണ്ടുവന്നു കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഇത് കഴുകിക്കൊണ്ടുവരാം. ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിഞ്ചക്ക നല്ലപോലെ കഴുകിക്കൊണ്ടുവന്നു. ഒരു മൺചട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി അല്പം വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി കൊണ്ടുവന്ന ഇടിഞ്ചക്ക എല്ലാം നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഞാനിങ്ങനെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല. ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ കഷ്ണം പതുക്കെ നേക്കെ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. കഷ്ണം വേവാൻ ആവശ്യത്തിന് ഇങ്ങനെ പതുക്കെ നേക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കണം കേട്ടോ. ഒരു അരമുറി തേങ്ങയും, ചെറിയൊരു അരമുറി തേങ്ങയും, 2 പച്ചമുളകും, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂണ് ജീരകവും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊണ്ടുവരട്ടെ. ഒന്ന് ഒതുക്കിയെടുക്കാമെന്ന് പറയില്ല, തരിതരിപ്പായിട്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. വല്ലാണ്ട് അങ്ങോട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. നമ്മൾ അടുപ്പത്ത് വെച്ച കറിയൊക്കെ നല്ലപോലെ തിളച്ചു കിട്ടും. ഇടിഞ്ചൊക്കെ നമ്മൾ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ലപോലെ തിളച്ചു കിട്ടും. കഷ്ണമൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എല്ലാ കഷ്ണവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ചൊന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. വീണ്ടും അടപ്പ് തുറന്ന് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്, കഷ്ണമൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. അപ്പോൾ ഈ ഇടിയഞ്ചക്കയ്ക്ക് നമുക്ക് വേണമെങ്കിൽ വൻപയറോ ചെറുപയറോ പരിപ്പോ എന്തെങ്കിലുമൊക്കെ വേവിച്ച് നമുക്ക് സാധാരണ എരിശ്ശേരി ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇടിയഞ്ചക്ക മാത്രമേ എടുക്കുന്നുള്ളൂ, അതിൽ കൂട്ടായിട്ടൊന്നും ചേർക്കുന്നില്ല. ഇടിയഞ്ചക്ക നല്ലപോലെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തേങ്ങയും ജീരകം പച്ചമുളകും ഒക്കെ, ആ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഒതുക്കി നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തേങ്ങയും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം അടപ്പ് തുറന്ന് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇടിയഞ്ചക്കയിൽ നമുക്ക് ആ തേങ്ങ ചേർത്തതും കൂടി നല്ലപോലെ തേങ്ങയും കഷ്ണങ്ങളും എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എരിശ്ശേരി അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം നമുക്ക് എരിശ്ശേരിക്കൊന്ന് വറുത്തിടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ആ ചീഞ്ചട്ടി ചൂടായപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം, വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ആ കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഒറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തു.
അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും കടുകും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അരമുറി തേങ്ങ. എരിശ്ശേരി ആകുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തിടണമല്ലോ, കുറച്ച് അധികം തേങ്ങ വേണം. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ നമുക്ക് ഈ തേങ്ങയൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കടുകും മുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിയാൽ നമുക്ക് ഈ തേങ്ങയും കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അത് അതിൻ്റെ കളറൊക്കെ മാറി വന്നു. നല്ലപോലെ ചുവന്ന കളറാവുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതതിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ എരിശ്ശേരി ഉണ്ടാക്കുന്ന മാതിരിയൊക്കെ തന്നെ അതിൽ കൂട്ടൊന്നും കൂട്ടണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇടിഞ്ചക്ക മാത്രമാണ്. സാധാരണ പയറോ ഒക്കെ വേവിച്ചിടാറുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇതാ നല്ലപോലെ കളറൊക്കെ മാറി കേട്ടോ. അതിൻ്റെ നല്ലപോലെ കളറൊക്കെ മാറി നല്ല ചുവക്കാൻ തുടങ്ങി. തേങ്ങ നല്ലപോലെ ചുവന്ന് വന്നു. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ചീഞ്ചട്ടിയല്ലേ, നല്ല ചൂടുണ്ട്. ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന തേങ്ങയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന ഇടിഞ്ചക്കയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതാ വറുത്ത തേങ്ങ എല്ലാം ഞാൻ ഇതാ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ച ഇടിഞ്ചക്കയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു. ഇതാ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടിയഞ്ചക്ക എരിശ്ശേരി റെഡിയായി കേട്ടോ. സാധാരണ എരിശ്ശേരി ഉണ്ടാക്കുന്ന മാതിരിയൊക്കെ തന്നെയാണ് ഇടിയഞ്ചക്ക എരിശ്ശേരി ഉണ്ടാക്കിയത്. നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഊണഴിക്കാനായാലും ചപ്പാത്തിക്കായാലും കഴിക്കാൻ നല്ല രുചികരമാണ് കേട്ടോ. ഒരു സെക്കൻഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പോൾ വിശേഷങ്ങളായാലും നമുക്ക് ഇലത്തലയ്ക്ക് നമ്മൾ സാധാരണ എരിശ്ശേരിയൊക്കെ വിളമ്പുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുമാതിരി തന്നെ ഒരു എരിശ്ശേരി ഉണ്ടാക്കി നമുക്ക് വിശേഷ ദിവസങ്ങളിൽ നമുക്കിതുപോലെ എരിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു ടേസ്റ്റിയായ എരിശ്ശേരിയാണ്. അപ്പോൾ ഇടിയഞ്ചക്ക കൊണ്ട് ഉണ്ടാക്കിയ എരിശ്ശേരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇടിയഞ്ചക്ക കൊണ്ട് ഇങ്ങനെ എരിശ്ശേരി ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.